വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 സാഹിത്യ വിഭാഗത്തിൽ നിന്നും ലിറ്ററേച്ചറിൽ നിന്നും നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരുടെ പ്രധാന കൃതികൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. എന്തായിരുന്നു അവർക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഈ വർഷത്തെ ലിറ്ററേച്ചറിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹംഗേറിയൻ ഓതർ ആയിട്ടുള്ള രാജ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഹംഗേറിയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യം. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ലെസ്ലോ ക്രസ്ന ഹൊർക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലെസ്ലോ ക്രസ്ന ഹൊർക്കെ എന്ന് പറഞ്ഞാണ് എന്ന വ്യക്തിക്കാണ് 2025 നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിൽ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ഹംഗറിയാണ്. ഈ 2 പോയിന്റും ഓർത്തു വെക്കണം. വ്യക്തിയുടെ പേര്, അവരുടെ രാജ്യം. എന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ ഹിസ് കമ്പലിംഗ് ആൻഡ് വിഷണറി ഓവിയറി ദാറ്റ് ഇൻ ദ മിഡസ്റ്റ് ഓഫ് അപ്പോകാലിപ്റ്റിക് ടെറർ റീഅഫേംസ് ദ പവർ ഓഫ് ആർട്ട്. ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള സെന്റൻസ് ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. കലാപത്തിൻ്റെയും യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് കലയ്ക്കുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പഠനമാണ് അദ്ദേഹത്തിൻ്റെ എന്തെന്ന് പറയുന്നത്. അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത്. അതായത് കലാപത്തിൻ്റെയും യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് കലയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആർട്സ് ഫോംസിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഹി ഈസ് നോൺ ഫോർ ഹിസ് ഡിഫിക്കൽട്ട് ഡിമാൻഡിങ് നോവൽ ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് പോസ്റ്റ് മോഡേൺ ഡൈസ്റ്റോപ്പിയൻ ആൻഡ് മെലങ്കോളിക്. അദ്ദേഹത്തിൻ്റെ പ്രധാന വർക്കുകൾ എന്ന് പറയുന്നത്, വർക്കുകളുടെ പേര് ഓർത്തു വയ്ക്കുക: സാൻ ടാൻഗോ, The Melancholy of Resistance, War and War, Seibo There Below, The Last Wolf and The World Goes On. ഇത്രയും കൃതികളുടെ പേര് നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. കാരണം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഈ കൃതികളെല്ലാം ഇന്ന വ്യക്തിയുടെ ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൃതികളുടെ പേരൊന്ന് ഓർത്തു വെക്കണം. സാൻ ടാൻഗോ, ദ മെലങ്കോളി ഓഫ് റെസിസ്റ്റൻസ്, വാർ ആൻഡ് വാർ, സെയ്ബോ ദെയർ ബിലോ, ദ ലാസ്റ്റ് വുൾഫ് ആൻഡ് ദി വേൾഡ് ഗോസ് ഓൺ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. മേജർ അച്ചീവ്മെന്റ്സ്, അദ്ദേഹത്തിന് മറ്റൊരു പ്രധാന പുരസ്കാരം നമുക്കറിയാം, സാഹിത്യ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പുരസ്കാരമാണ് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് എന്ന് പറയുന്നത്. 2015 അദ്ദേഹം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദ വേൾഡ് ഗോസ് ഓൺ എന്നുള്ള കൃതി 2018 ആ ഒരു പുരസ്കാരത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റ് ആവുകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. 2015 അത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. 2025 നൊബേൽ സമ്മാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഹംഗേറിയൻ ഓതറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലെസ്ലോ ക്രസ്ന ഹൊർക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധത്തിൻ്റെയും കലാപത്തിൻ്റെയും സമയത്ത് കലയുടെ പ്രാധാന്യം എന്താണ്, കലയ്ക്കുള്ള പവർ, ആർട്ട് ഫോംസുകൾക്ക് ഈ ഒരു സമയത്തുള്ള ഒരു പവർ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുകൊണ്ടുള്ള കോൺട്രിബ്യൂഷൻസിനാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നമ്മളിപ്പോൾ നൊബേലിലെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മെഡിസിൻ, ഇപ്പോൾ ലിറ്ററേച്ചറും കൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് എക്കണോമിക്സും അതുപോലെ തന്നെ പീസും ആണ്. പീസ് പ്രൈസ് ഒക്കെ, നൊബേൽ പീസ് പ്രൈസും ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ബാക്കി ആയിട്ടുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം.